ആദ്യമായിട്ടാണോ CPR കൊടുക്കുന്നത് ഇങ്ങനെ? ഈ രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു എക്സ്പെർട്ട് അല്ലാന്ന് തന്നെ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷെ എന്നാലും ചെയ്യാനുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തോന്നൽ, അന്നേരം ഒരു ധൈര്യം കിട്ടി, അത് ചെയ്യാൻ പറ്റി. പിന്നെ അവിടെ അവരെ കൊണ്ടുവന്നപ്പോഴും ഈ രോഗിനോട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗിയുടെ കൂടെയുള്ളവരോട് പറഞ്ഞത് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് ആസ്പത്രിയിലേക്ക് എത്തിയെന്നുള്ളത്. അതവർ വന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് അന്നത്തെ എൻ്റെ യഥാർത്ഥ ഒരു ജീവിതം തിരിച്ച് കണ്ണിൽ മറഞ്ഞു പോകുന്നതും തിരിച്ച് വരുന്നതും കാണുന്ന ഒരവസ്ഥ ഉണ്ടായി. എല്ലാവരും ഈ CPR ചെയ്യാൻ പഠിച്ചിരിക്കണം അല്ലേ? ശരിക്കും ഏതൊരു കോമൺ മാനും പറയണം. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും നമുക്ക് ആർക്കും എന്തും വരാം. അന്നേരം നമ്മൾ രണ്ടുപേരും പാനിക്കായിട്ട് വാഹനം അന്വേഷിക്കാൻ നടക്കുന്ന ആ സമയം മതി നമുക്ക് എന്ത് സംഭവിക്കാം. അതേസമയം CPR ഉണ്ടെങ്കിൽ ഒരാൾ വാഹനത്തിന് ഒരാൾ CPR കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചിലപ്പം പിന്നെ എല്ലാത്തിനും വിധികളുണ്ടാവും. പക്ഷെ എന്നാലും ചിലപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു സ്പർശം അവിടെ കിട്ടും. അത് ഏതിലൂടെ കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ആരിൽ കൂടി കിട്ടും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമാകാൻ ഇതിൽ ദൈവനിയോഗമായിട്ട് കണക്കാക്കുന്നു. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാവിലെ 8 മണിക്ക് വിളിച്ചു. സാറ് വളരെ അഭിമാനം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. RTO, ജോയിൻ്റ് RTO എല്ലാ ഉദ്യോഗസ്ഥരും, പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ, ഇത്രയും ഫ്രണ്ട് സർക്കിൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. ഇത്രയും നമ്മൾ അറിയുന്നത്. കാരണം പലരെയും നമ്മൾ കോൺടാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും അവരെല്ലാം നമ്പർ തേടി വിളിച്ച് അനുമോദനം അറിയിച്ചപ്പോൾ വളരെ സന്തോഷം.